കെ സുനിൽ, ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞത് ഈ ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. ഇന്ന് അതിനുള്ള മറുപടിയായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു, ഇത് ഉമ്മാക്കിയല്ല, നിങ്ങളെ തുറന്നു കാട്ടുന്ന കണ്ണാടിയാണ് എന്ന് പറയുന്നു. ഇത് ഒരു സാമ്പത്തിക മിസ്മാനേജ്മെൻ്റ് ആണ് ഈ ധവളപത്രത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം, ഭരണപക്ഷത്തിൻ്റെ ആരോപണം. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതൊരു രാഷ്ട്രീയ രേഖയാണ് എന്നാണ്. കണ്ണാടിയാണോ ധവളപത്രം? ഇതൊരു രാഷ്ട്രീയ രേഖയാണ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം ആദ്യം തന്നെ വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു. കാരണം ഒരു സർക്കാരിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ സർക്കാരിൻ്റെ ഖജനാവിൽ എന്തുണ്ട്, സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നത് വ്യക്തമാക്കാനായി ഒരു ധവളപത്രം ഇറക്കാനുള്ളൊരു എഫേർട്ട് നടത്തിയതിന് വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ ധവളപത്രം പരിശോധിച്ചാൽ ഇതിൻ്റെ കണ്ണാടി എന്ന് പ്രതിപക്ഷത്തിന് നേരെ തിരിച്ചു വയ്ക്കുന്ന ഈ കണ്ണാടിക്ക് നമുക്ക് നോക്കിയാൽ അറിയാം, അത് ഒരു വശത്തു നിന്ന് മാത്രമുള്ള കണ്ണാടിയാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭരണ സാഹചര്യങ്ങൾ, സാമ്പത്തിക മാനേജ്മെൻറ്റ് ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് പുറത്തിറക്കുന്ന ഈ ഒരു ധവളപത്രം അത് ഈ 10 വർഷക്കാലത്തെ ഈ സർക്കാരിൻ്റെ ഭരണത്തെ വിമർശിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് എന്ന് കൃത്യമായി ഈ ഒരു ധവളപത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതിൽ നെഗറ്റീവ് ഫാക്ട് മാത്രമാണ് ഈ ധവളപത്രത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ആദ്യം മുതൽ തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: 5 ലക്ഷം കോടി, 5.07 ലക്ഷം കോടി രൂപയുടെ കടമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ധവളപത്രത്തിൽ കുടിശ്ശിക ബാധ്യത ഇനത്തിൽ 48,733 കോടി രൂപ സർക്കാരിന് അടിയന്തരമായി വേണം എന്ന് പറയുന്നു. 37,000 കോടി രൂപയുടെ പദ്ധതി പണം കണ്ടെത്തണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഖജനാവിൽ 6,322 കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞ അവകാശപ്പെട്ട കഴിഞ്ഞ സർക്കാർ, അതേസമയം കഴിഞ്ഞ മെയ് മാസം 16-ാം തീയതി ആയപ്പോൾ ഖജനാവിലെ വലിപ്പം എന്ന് പറയുന്നത് 2,212 കോടി രൂപയായി കുറഞ്ഞു. ആ അർത്ഥത്തിൽ നോക്കിയാൽ അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 78,851 കോടി രൂപയുടെ നഷ്ടം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിൽ വലിയ നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 3 എണ്ണം ചൂണ്ടിക്കാണിക്കുന്നത്: ഒന്ന് KSRTC ആണ്, രണ്ടാമത്തേത് വാട്ടർ അതോറിറ്റിയാണ്, മൂന്നാമത്തേത് KSEB ആണ്. അപ്പോൾ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ 72% നഷ്ടമുണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് 78,851 കോടി രൂപയുടെ നഷ്ടം പറയുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടമുണ്ടാക്കുന്ന സർക്കാർ ഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈ 3 സ്ഥാപനങ്ങൾ 72% നഷ്ടമുണ്ടാക്കുന്നു എന്നാണ് ഈ ധവളപത്രം പറയുന്നത്. അതുപോലെ തന്നെയാണ് നേരത്തെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്. കിഫ്ബി എന്ന് പറയുന്നത് കടമെടുക്കാനുള്ള ഒരു ഏജൻസിയാണ്, സർക്കാരിന് പുറത്തു നിന്ന് ഒരു സ്വതന്ത്ര സംവിധാനമായി പ്രവർത്തിക്കുകയും വലിയ തോതിൽ കടമെടുക്കുകയും സർക്കാരിന് വലിയ സാമ്പത്തിക ആഘാതത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിവിടുന്ന ഒരു സംവിധാനമായി പ്രവർത്തിച്ചു എന്ന് ഈ ഒരു ധവളപത്രം കുറ്റപ്പെടുത്തുകയാണ്. ഈ അർത്ഥത്തിൽ നോക്കിയാൽ സംസ്ഥാനം വട്ടപൂജ്യമാണ്. ഇനി ഒന്നും 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് അടിഞ്ഞു കിടക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയാണ് സംസ്ഥാനത്ത് എന്ന് ധവളപത്രം പറയുന്നു. പക്ഷേ നമ്മൾ കിഫ്ബിയുടെ കാര്യം മാത്രം എടുക്കുക. കഴിഞ്ഞ 10 വർഷത്തിൽ കിഫ്ബിയുടെ പ്രവർത്തനങ്ങളിൽ 1 കിഫ്ബി ഏതാണ്ട് 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. 1.10 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതി കേരളത്തിൽ കിഫ്ബി നടപ്പാക്കിയിട്ടുണ്ട്. അതിൽ റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് വികസന പദ്ധതികളുണ്ട്. ഏതാണ്ട് 1,237 വികസന പദ്ധതികളാണ് കിഫ്ബി വഴി കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. കിഫ്ബി എടുത്ത കടം എത്രയാണ്? 42,053 കോടി രൂപയാണ് കിഫ്ബി എടുത്തിരിക്കുന്ന കടം എന്ന് പറയുന്നത്. 42,053 കോടി രൂപ. അതിൽ ഏതാണ്ട് 9,845 കോടി രൂപ കിഫ്ബിയുടെ വരുമാനത്തിൽ നിന്ന് തന്നെ കിഫ്ബി തിരിച്ചടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിൽ ഏതാണ്ട് കിഫ്ബിക്ക് 21,000 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ ധവളപത്രം പറയുന്നത്. അതുപോലെ തന്നെ ഇന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കിഫ്ബിയിലെ ഈ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് കിഫ്ബി നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളിലൂടെ ഒരു റിട്ടേണും കിട്ടുന്നില്ല എന്നാണ് വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയല്ല, കിഫ്ബിയിലൂടെ ഏതാണ്ട് 6,426 കോടി രൂപയുടെ വരുമാനം കിഫ്ബിയിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് സംസ്ഥാനത്തിൻ്റെ വരുമാനവുമായി ബന്ധപ്പെട്ടാണ്. സാമ്പത്തിക രംഗം വട്ടപൂജ്യമാണല്ലോ.
കഴിഞ്ഞ 5 വർഷത്തെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അത് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ചൂണ്ടിക്കാണിച്ച് 5 വർഷത്തെ നോക്കാം. 2021-22 വർഷം സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് 53,340 കോടി രൂപയായിരുന്നു. നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് 10,462 കോടി രൂപയായിരുന്നു. അങ്ങനെ 2021-22 വർഷം ആകെ 68,803 കോടി രൂപയാണ് സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനമായി ബജറ്റിൽ രേഖപ്പെടുത്തിയിരുന്നത്. 5 വർഷം കഴിയുമ്പോൾ ഇത് 1,10,11,660 കോടി രൂപയായി വർദ്ധിക്കുന്നുണ്ട്. നികുതി വരുമാനം എന്ന് പറയുന്നത് 91,514 കോടി രൂപയും നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് 19,145 കോടി രൂപയുമായി വർദ്ധിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് നികുതി വിഹിതമായി 30,000 കോടി രൂപയും കിട്ടുന്നു. അങ്ങനെ ഏതാണ്ട് 1,40,40,000 കോടി രൂപയുടെ വരുമാനം അത് സംസ്ഥാന തലത്തിലും കേന്ദ്ര വിഹിതമായും ലഭിച്ച് ഒരു വർഷം ഉണ്ടാക്കുന്ന ഒരു വലിയ സാമ്പത്തിക രംഗത്ത് ആ നിലയിൽ കേരളം വളർന്നിരിക്കുന്നു എന്നതാണ് ഈ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട്, അത് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ വെച്ചിട്ടുള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പരിശോധിച്ചാലും ഈ നിലയിലുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാകും. കേരളത്തിൽ ബജറ്റ് വിഹിതത്തിൻ്റെ ഏതാണ്ട് 70-80%, കേരളത്തിൻ്റെ 70-80% കേന്ദ്രത്തിൻ്റെ തനത് വിഹിതമാണ്. ബാക്കിയുള്ള ഏതാണ്ട് 20-25% മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ സാമ്പത്തിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് ഒരു വാക്കുപോലും ഈ ധവളപത്രത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഒരു ദിശയിൽ മാത്രം തിരിച്ചു വെച്ചിരിക്കുന്ന കണ്ണാടിയാണ് എന്നത്. രണ്ടാമത്തെ വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ധവളപത്രത്തിൽ ഒരു സാമ്പത്തിക റിയാലിറ്റിയാണല്ലോ VD സതീശൻ പറയാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഖജനാവ്, ഇതാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന്. അങ്ങനെ പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ കേരളത്തിന് പണം ലഭിക്കുന്നത്? ആ പണം എവിടെ നിന്ന് വരുന്നു? എവിടെയൊക്കെ നിന്ന് വരുന്നു? അതിലെവിടെയാണ് ചോർച്ചയുണ്ടാകുന്നത്? എവിടെയാണ് തടസ്സമുണ്ടാകുന്നത്? കേരളത്തിന് വരുന്ന പണത്തിൽ തടസ്സമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണത്തിൽ എത്ര കോടി രൂപയുടെ കുറവാണ് ഉണ്ടായത്. ആദ്യം GST നടപ്പാക്കിയപ്പോൾ സംസ്ഥാനത്തിന് വന്നുകൊണ്ടിരുന്ന തുകയിൽ 9% കുറവാണ് ഉണ്ടായത്. 9% കുറവ് GST നടപ്പാക്കിയപ്പോൾ മാത്രം. രണ്ടാമത്തേത്, കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് കമ്മി എന്ന് പറഞ്ഞ് ഓരോ വർഷവും സംസ്ഥാനത്തിന് കിട്ടിക്കൊണ്ടിരുന്ന ഒരു വിഹിതമുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം ഏതാണ്ട് 37,814 കോടി രൂപ റവന്യൂ ഡെഫിസിറ്റ് കമ്മി ഇനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രതിവർഷം കണക്കാക്കിയാൽ ഏതാണ്ട് 7,562 കോടി രൂപ. അത് ഇനിയുള്ള 5 വർഷം കേരളത്തിന് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കിട്ടാനുള്ള തുക. നമ്മൾ നേരത്തെയൊക്കെ തന്നെ PMCയുടെ കാര്യത്തിൽ വലിയ വിവാദവും രാഷ്ട്രീയ വിവാദവും ചർച്ചയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുള്ള ഈ SSK ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യം, അതിൽ ഏതാണ്ട് 1,500 കോടി രൂപ കിട്ടാനുണ്ട്. ഈ നിലയിൽ നമ്മൾ നോക്കിയാൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ ഒരു സംസ്ഥാനത്തോട് എത്രത്തോളം സാമ്പത്തിക ഉപരോധം ഒരു കേന്ദ്ര സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുമോ അതിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള നിലപാട് കേരളത്തോട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായി നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്തിന് വയനാട്ടിലെ ഈ ദുരന്തബാധിതരെ സഹായിക്കാനായി 2,000 കോടി രൂപയുടെ പാക്കേജ് നൽകിയിട്ട് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചോ? ആ നിലയിലടക്കം നമ്മൾ പരിശോധിച്ചാൽ പല കാലത്തും കേരളത്തിന് ആവശ്യമായ ഒരു സാമ്പത്തിക സ്രോതസ്സായി മാറാൻ ഒരു കാലത്തും കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല. മാത്രമല്ല, കേരളത്തിന് അർഹമായ തുക പലപ്പോഴും നൽകുന്നതിൽ പോലും കേന്ദ്ര സർക്കാർ വിമുഖത കാട്ടി. എന്തുകൊണ്ടാണ് VD സതീശൻ്റെ ഈ ധവളപത്രം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഈ ധവളപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാത്തത്? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഈ കേരളത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തത് കൊണ്ടാണ് കേരളത്തിന് ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്? അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അതിന് പ്രധാന കാരണമായത് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയമാണ് എന്ന് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ പറയാത്തത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ്. ആ വാഗ്ദാനങ്ങളിൽ കേരളം ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ മാസം 15-ാം തീയതി മുതൽ കേരളത്തിൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കാൻ പോവുകയാണെന്ന് ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ KSRTC ആണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക ബാധ്യതയാകുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് ഈ ധവളപത്രത്തിൽ വി ഡി സതീശൻ പറയുന്നത്. അതായത് 48,000 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 78,851 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന് KSRTC ആണ്. ആ KSRTCയിലാണ് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രഖ്യാപിച്ച വലിയ വാഗ്ദാനമാണ് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും എന്ന് പറയുന്നത്. ഇതടക്കമുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പെൻഷൻ, സാലറി, ഇതൊക്കെ വലിയ ബാധ്യതയാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 80% നിങ്ങൾ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും നിങ്ങൾ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാനും ഒക്കെ ചെലവാക്കുന്നു എന്നാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയല്ല. അതിനെ ഒരു ബാധ്യതയായി കാണിക്കുന്ന ഒരു ധവളപത്രം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ധവളപത്രത്തിൻ്റെ ഒരു അപകട സാധ്യത കണക്കാക്കുന്നത് ഇത് വലിയ തോതിൽ സാമ്പത്തിക സമാഹരണം ഏതു വിധേനയും നടത്താനുള്ള ഒരു വാതിലാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മാർഗമാക്കാൻ വേണ്ടി, അതിൻ്റെ ഒരു അടിത്തറ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ധവളപത്രമാണ്. ഇനി സംസ്ഥാനം കാണാൻ പോകുന്നത് വലിയ സ്വകാര്യവൽക്കരണ നീക്കവും വലിയ സാമ്പത്തിക ഉദാരവൽക്കരണ നീക്കവുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു കണ്ണാടിയായിട്ടാണ് ഞാൻ ഈ ധവളപത്രത്തെ കാണുന്നത്. ഓക്കെ. Meet the editors.